നമസ്കാരം. പ്രധാന വാർത്തകൾ. നീറ്റ് PG പുതുക്കിയ പരീക്ഷാ തീയതി ഇന്നറിയാം. പുതുക്കിയ നീറ്റ് PG പരീക്ഷാ തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം വ്യക്തമാക്കിയത്. പരീക്ഷയ്ക്ക് 12 മണിക്കൂർ മുമ്പ് ക്രമക്കേടുകൾ ഉണ്ടായി എന്ന സംശയത്തെ തുടർന്ന് പരീക്ഷ മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട CBIയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട ഗുജറാത്ത്, മഹാരാഷ്ട്ര അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്നലെ CBI റെയ്ഡ് നടത്തിയിരുന്നു. കളിയിക്കാവിള കൊലപാതകം രണ്ടാം പ്രതി സുനിൽകുമാറിന്റെ ചോദ്യം ചെയ്യൽ ഇന്ന് തുടരും. കളിയിക്കാവിള കൊലപാതക കേസിൽ അറസ്റ്റിലായ രണ്ടാം പ്രതി സുനിൽകുമാറിന്റെ ചോദ്യം ചെയ്യൽ ഇന്ന് തുടരും. സർജിക്കൽ ഷോപ്പ് ഉടമ കൂടിയായ സുനിലിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഒന്നാം പ്രതി അമ്പിളി പറഞ്ഞതാണോ കൊലപാതക കാരണമെന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പിടിക്കപ്പെടുമ്പോൾ സുനിലിന്റെ പക്കൽ പണം ഉണ്ടായിരുന്നതായാണ് സൂചന. ഇത് അമ്പിളി നൽകിയതാണോ എന്ന് പരിശോധിക്കും. കോറി ഉടമ ദീപുവിനെ കഴുത്തറത്ത് കൊല്ലാനുള്ള സർജിക്കൽ ബ്ലേഡും ക്ലോറോഫോമും നൽകിയത് സുനിലാണെന്നാണ് അമ്പിളിയുടെ മൊഴി. ഇവ നൽകിയത് സുനിലാണോ എന്നും പോലീസ് പരിശോധിക്കും. ദീപുവുമായുള്ള സുനിലിന്റെ ബന്ധത്തെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. 2ഉം 3ഉം പ്രതികളായ സുനിൽകുമാർ, പ്രദീപ് ചന്ദ്രൻ, ഒന്നാം പ്രതി അമ്പിളി എന്നിവർ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് തമിഴ്നാട് പോലീസിന്റെ നിലവിലെ നിഗമനം. മുംബൈയിലേക്ക് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് സുനിൽകുമാർ തമിഴ്നാട് പ്രത്യേക സംഘത്തിന്റെ പിടിയിലായത്. പ്രതി അമ്പിളിയുടെ സുഹൃത്താണ് സുനിൽകുമാർ. സുനിൽകുമാറിന്റെ വാഹനം നേരത്തെ കണ്ടെത്തിയിരുന്നു. കന്യാകുമാരിയിലെ കുലശേഖരത്ത് റോഡ് സൈഡിൽ നിർത്തിയിട്ട നിലയിലാണ് കാർ കണ്ടെത്തിയത്. അമ്പിളിക്ക് പിന്നാലെയാണ് സുനിൽകുമാറിന്റെ സുഹൃത്ത് പ്രദീപ് ചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗൂഢാലോചനയിൽ പ്രദീപ് ചന്ദ്രനും പങ്കുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. കൊലപാതകം സുനിൽകുമാറും പ്രദീപ് ചന്ദ്രനും അമ്പിളിയും ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിനായി അമ്പിളിയെ കൊണ്ടുവിട്ടത് സുനിൽകുമാറും പ്രദീപ് ചന്ദ്രനും കൂടിയാണെന്നും പോലീസ് പറയുന്നുണ്ട്. ട്രംപിന് ആശ്വാസം. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി. പ്രസിഡന്റായ സമയത്ത് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നിയമപരിരക്ഷ ലഭിക്കുമെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഇതാദ്യമായാണ് ട്രംപിന് മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിരക്ഷയുണ്ടെന്ന് കോടതി വ്യക്തമാക്കുന്നത്. പ്രസിഡന്റ് എന്ന പദവിയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ മാത്രമാണ് നിയമപരിരക്ഷ. വ്യക്തിപരമായ പ്രവൃത്തികളിൽ ബാധകമല്ല. 2020 തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന കുറ്റാരോപണത്തിൽ തനിക്ക് പരിരക്ഷയുണ്ടെന്ന് അവകാശപ്പെട്ട ട്രംപിനെതിരെ ഉണ്ടായ കീഴ്ക്കോടതി വിധി തള്ളിയാണ് സുപ്രീം കോടതി ഉത്തരവ്. പ്രസിഡന്റായ സമയത്ത് ട്രംപ് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നിയമപരിരക്ഷ ഉണ്ടെന്ന് കോടതി പറഞ്ഞതോടെ ട്രംപിന് അത് തെരഞ്ഞെടുപ്പ് വേളയിലെ വലിയ നേട്ടമായിരിക്കുകയാണ്. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളിയെ കുത്തിക്കൊന്നു. ഇന്ന് രാവിലെ 7:30യോടെയായിരുന്നു കൊലപാതകം നടന്നത്. ഒഡീഷ സ്വദേശി ആകാശ് ഡിഗലാണ് കൊല്ലപ്പെട്ടത്. 34 വയസ്സായിരുന്നു. ആകാശിനൊപ്പം താമസിച്ചിരുന്ന ഒഡീഷ സ്വദേശി അഞ്ജന നായിക്കാണ് പ്രതി. വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സംഭവശേഷം അഞ്ജന നായിക് ഓടി രക്ഷപ്പെട്ടു. പ്രതിക്കായി പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. ലോക്സഭയിലെ നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി ഇന്ന്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയ്ക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി പറയും. രാഹുലിന്റെ 1.5 മണിക്കൂറിലേറെ നീണ്ട ഇന്നലത്തെ പ്രസംഗം BJPയെ പ്രതിരോധത്തിലാക്കിയതോടെ ശക്തമായ മറുപടിയാകും പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാവുക. രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ ചില പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഹിന്ദു സമൂഹത്തെ മുഴുവൻ അക്രമാസക്തരെന്ന് രാഹുൽ വിളിച്ചുവെന്നാണ് BJP ആരോപണം. ഭയവും വിദ്വേഷവും പ്രചരിപ്പിക്കാനുള്ളതല്ല ഹിന്ദുമതമെന്ന് പറഞ്ഞ രാഹുൽ RSSും BJPയും മോദി എല്ലാ ഹിന്ദുക്കളെയും പ്രതിനിധീകരിക്കുന്നില്ലെന്നും പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. രാഹുലിന്റെ ആദ്യ പ്രസംഗത്തിന് ദേശീയ തലത്തിൽ മാധ്യമങ്ങളിലടക്കം വലിയ പ്രാധാന്യമാണ് ലഭിച്ചത്. അതിനാൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ മറുപടി ഏറെ നിർണായകമാണ്. വൈകിട്ട് 4-നാണ് പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിക്കുന്നത്.